ഇറാനുമായുള്ള മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വ്ളാഡിമിർ പുടിൻ. നെതന്യാഹുവുമായുള്ള ഫോൺ സംഭാഷണത്തിനിടയിലാണ് പുടിൻ നിലപാടറിയിച്ചത്. സിറിയയുമായുള്ള സംഘർഷവും സംഭാഷണത്തിൽ ചർച്ചയായി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫോണിൽ സംസാരിച്ചു. സിറിയ ആഭ്യന്തര സംഘർഷവും ഇറാൻ വിഷയങ്ങളുമാണ് ചർച്ചയായത്. ഇറാൻ ഇസ്രയേൽ തർക്കത്തിൽ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണെന്ന് പുടിൻ അറിയിച്ചു. ഇറാന്റെ ആണവ പദ്ധതി നിർത്തിവെക്കണമെന്നാണ് ഇസ്രയേൽ നിലപാട്. 2015 ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾക്കുള്ള ഇന്ധനമാക്കി സംസ്കരിക്കാമെന്ന് റഷ്യ നിർദ്ദേശിച്ചിരുന്നു. സമാന നിലപാട് ഇത്തവണയും ചർച്ച ചെയ്തതായി സൂചനയുണ്ട്. ഇറാന്റെ ആണവായുധ ശേഖരം നശിപ്പിക്കാനായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. സിറിയയിൽ ഈയിടെ നടന്ന ആഭ്യന്തര ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഇസ്രയേൽ സൈനിക നീക്കവും നടത്തിയിരുന്നു. ന്യൂനപക്ഷമായ ദുറൂസ് വിഭാഗങ്ങളുടെ സുരക്ഷയും സിറിയ ഇസ്രയേൽ അതിർത്തിയിലെ സൈനിക വിന്യാസം നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. സിറിയയുമായുള്ള ഈ പ്രശ്നവും ബെഞ്ചമിൻ നെതന്യാഹുവുമായി പുടിൻ സംസാരിച്ചു. ഇന്നലെയാണ് റഷ്യ യുക്രൈൻ സംഘർഷം 12 ദിവസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കണമെന്ന അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും വ്ളാഡിമിർ പുടിനും സംസാരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.